ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ പറയാൻ നമ്മൾ ഡോറ് വാൾഡ്രോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഡബിൾ കളറായിട്ടുള്ളൊരു ഷീറ്റ്. അപ്പോൾ ആ ഷീറ്റ് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പരിപാടിയാണ് ചെയ്യുന്നത്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ മലപ്പുറത്തൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് ഡോർ സെക്ഷനാണ്, അതായത് നമ്മൾ വാൾഡ്രോപ്പിൽ കാണുന്ന ഡോർ സെക്ഷനാണ്. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇത് ഗൾഫ് സെക്ഷനാണ് കേട്ടോ. ചിലയിടത്ത് സ്ക്വയർ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഗൾഫ് സെക്ഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഊരാണ് ഞാൻ. ഇപ്പോൾ 3-4 ഷീറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് വൈറ്റും റെഡാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കളർ. അപ്പോൾ ഫസ്റ്റ് ഇത് എങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മൾ ഡോറിൻ്റെ എത്ര ഡോറിൻ്റെ ഹൈറ്റ് വീതി എത്ര വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ സെൻറ്ററിൽ വൈറ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ടോപ്പിലും അടിയിലായിട്ടാണ് റെഡ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് റെഡാണ് ഇടാൻ പോകുന്നത്. റെഡ് ഷീറ്റ് ഇട്ടു. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ജോയിൻറ്റിൻ്റെ വരെ ഒരു ടി ചാനൽ വയ്ക്കും. ഇതാണ് ടി ചാനലാണ് ഇട്ടത്. ഇത് 6 അടിക്കൊക്കെ സെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതെന്താ, നമുക്ക് ഡോറിൻ്റെ ഷീറ്റ് അതേ അളവിലാണ് ഞാൻ അത് കട്ട് ചെയ്തേക്കണത്. കണ്ടതിൻ്റെ കുറവാണ് കേട്ടോ. അത് ഷീറ്റിൽ ഒപ്പം കയറാൻ ഇവിടെ കൊത കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഷേപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ജെ സ്ക്വയറിൻ്റെ ഗ്യാപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ് ജെ സ്ക്വയറിൻ്റെ വെക്കുന്നത്. പക്ഷേ ഇത് കയറുമ്പോൾ നമ്മുടെ ഷീറ്റ് അടക്കം കയറണോണ്ട് മൊത്തമായിട്ട് കയറിയിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വരും. അപ്പോൾ കുറച്ച് നേരം ബലം കിടക്കണം. ഫ്രണ്ടിലോട്ട് വരാതിരിക്കാനുള്ള രീതിയിൽ ബാക്ക് കട്ട് ചെയ്യണം. അതായത് ഞാൻ ഇപ്പോൾ ഇത് മിഷീനിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഹാങ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് മിഷൻ കട്ട് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ മിഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ മിഷീൻ്റെ ബ്ലേഡ് പോകും. അപ്പോൾ എനിക്ക് വേറെ മിഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്ലീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എനിക്ക് മിഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ മിഷീനിൽ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഈ ചാനൽ പോലെയാണ് കട്ട് ചെയ്തിട്ട് കയറിയിരിക്കണം. ആ രീതിയിൽ കട്ട് ചെയ്യണം. ഓവറായി കട്ട് ചെയ്യാൻ പാടില്ല, അപ്പോൾ ബോറാവും. നമ്മൾ ഡോർ സ്ക്വയറിൻ്റെ അതേ അളവിനെ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറിയിരിക്കണം. ഇത് കയറുമ്പോൾ ഈ കവർ ചെയ്ത് കളയട്ടെ. പിന്നെ ഈ ടി ചാനലിൻ്റെ കനം കൂടിയതും കനം കുറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കനം കുറഞ്ഞതാണ് വയ്ക്കുന്നുണ്ട്. കനം കൂടിയതൊക്കെ മരത്തിലൊക്കെ അടിച്ച് കയറ്റണം. ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ കനം കൂടിയത് വയ്ക്കാറ്. ഇത് നമ്മൾ ഷീറ്റ് ഇടാണ്ട് ഇങ്ങനെ വയ്ക്കാം. പിന്നെ കറക്റ്റായി കയറിയിരിക്കണം കേട്ടോ. ഇങ്ങനെ ഷീറ്റിൻ്റെ ഒപ്പം തന്നെ ആ ജെ സ്ക്വയറിൻ്റെ ആ ഗ്യാപ്പിൽ കയറിയിരിക്കണം. നമുക്ക് സെൻറ്ററിൽ വൈറ്റാണ് വയ്ക്കാൻ പോകുന്നത്. വൈറ്റിന് വെച്ചു, അവിടെ വൈറ്റ് വെച്ചു. വൈറ്റും ആ ചാനലിൽ തന്നെ കയറിയിരിക്കും. നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. ഇനി ഒരെണ്ണം ടി ചാനൽ വേണം. 3 കളറായതുകൊണ്ട് 2 വയ്ക്കണം, അല്ലെങ്കിൽ ഒരെണ്ണം വെച്ചാൽ മതി. 2 കളറാണ് വെച്ചാൽ ഒരെണ്ണം വെച്ചാൽ മതി. ഇപ്പോൾ 3 കളറായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് ചാനലിന് കറക്റ്റായി കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഡോറിൻ്റെ വീതി കൂടുതലനുസരിച്ചിട്ട് ബാക്കിൽ സിലിക്കോഡ് വരും. ഇപ്പോൾ ഇതിൻ്റെ സിലിക്കോഡ് ഇടണം ചാനലിൻ്റെ. അത് കാണിച്ചു തരാം. ഇപ്പോൾ ഷീറ്റ് എത്ര ഉള്ള പരിപാടി ഇപ്പോൾ ഇട്ടുണ്ട്. ബാക്ക് കാണിച്ചു തരാം. ഇടാണ്ടോ. ഇപ്പോൾ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് ബാക്കിൽ സിലിക്കോഡ് ഇടണം കേട്ടോ. ഫസ്റ്റ് സെറ്റ് ചെയ്യട്ടെ. ഞാനൊരു റിവിറ്റ് അടിച്ചേക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റിവിറ്റ് അടിച്ചത്. സാധാരണ സ്ക്രൂ ആണ് ചെയ്യാറ് ഡോർ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ സാമ്പിൾ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിവിറ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ഡോർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ജോയിൻറ്റ് ഫിനിഷിങ് ആവാൻ ശ്രദ്ധിക്കണം. എങ്കിലും മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പം എത്ര ഏത് കളർ വെച്ചാലും ജോയിൻറ്റ് വൃത്തികേട് കാണിച്ചാൽ അത് നിങ്ങൾ വർക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഈ ചാനലിലാണ് ഇങ്ങനെ സിലിക്കോഡ് ഉണ്ട് കേട്ടോ. അതായത് ഈ ഷീറ്റും ടീയും ബാക്കിലോട്ട് ഇങ്ങനെ ഷീറ്റ് ആരെങ്കിലും പിടിച്ച് അമർത്ത എന്തെങ്കിലും ചെയ്ത് ബാക്കോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കോഡ് ഉണ്ട്. ഇതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഷീറ്റ് പിറകോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിലിക്കോഡ് എന്ന്. അപ്പോൾ ഓവറായിട്ട് സിലിക്കോഡ് ഉണ്ട്, കുറച്ച് നല്ല വൃത്തിയിൽ സിലിക്കോഡ്. അപ്പോൾ അല്ലെങ്കിൽ പേപ്പർ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് സിലിക്കോഡ് ഇട്ടാൽ മതി. സിലിക്കോഡ് നല്ല അത്യാവശ്യം ഇങ്ങനെ ഈ ചാനലിൽ വരുന്ന രീതിയിൽ സിലിക്കോഡ് ഇടണം. അതായത് ഷീറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന രീതിയിൽ സിലിക്കോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഇടണം. അതായത് എത്ര നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ആ
ടി ചാനലൊക്കെ സിലിക്കോൺ ഇടണമെന്നാണ്. പിന്നെ ഏത് കളറാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ടോ. പിന്നെ നമ്മൾ ഈ ടി ചാനൽ ഇല്ലാണ്ടും ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ടിങ് അത്ര ഫിനിഷിങ് ആയ കട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിൽ നമ്മൾ ഷീറ്റിൻ്റെ സപ്പോർട്ടിന് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ ടി ചാനലിൻ്റെ ആവശ്യം വരില്ല. ഈ ടി ചാനൽ ഇല്ലാതെ നമുക്ക് ഷീറ്റ് പലതരം ജോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണിട്ടത്. ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ കുറച്ച് കാലം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ ഈ ബാക്ക് വശം കട്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് കട്ട് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഷീറ്റിൻ്റെ ഈ ഗൾഫ് സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായി കയറിയിരിക്കണം, അല്ലെങ്കിൽ പുറത്ത് വന്നാലും അത് വൃത്തികേടാവും. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. വേറൊന്നും ഇതിൽ മെയിനായിട്ട് നോക്കാമെന്നില്ല. പിന്നെ ഇതിൻ്റെ ടി ചാനൽ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഹാങ്കറിൽ കട്ട് ചെയ്ത് മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഞാൻ മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ അലുമിനിയം സപ്പോർട്ട് ചെയ്ത് കട്ട് ചെയ്യും. ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യും, ഇതുപോലെ കട്ട് ചെയ്യും. രണ്ടാമത്തെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ വേറെ ടൈപ്പ് സ്ട്രൈറ്റ് ആയിട്ടും ഇതുപോലെയാണ് കട്ട് ചെയ്യും. ഇങ്ങനെ 2 ടൈപ്പാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. മെഷീനിൽ കട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മോട്ടറിൽ വെച്ച് കട്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കാണാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.